ഹലോ എവ്രിവൺ, നിർവാണയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവരുടെ നിക് നെയിംസും ബാക്കി ഡീറ്റെയിൽസും ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹോക്കി വിസാർഡ് ഓർ മെജീഷ്യൻ ഓഫ് ഹോക്കി, ഹോക്കിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മേജർ ധ്യാൻചന്ദ് ആണ്. മേജർ ധ്യാൻചന്ദ് ഫീൽഡ് ഹോക്കിയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം, അത് മേജർ ധ്യാൻചന്ദ് ആണ്. ഓക്കെ, ഓഗസ്റ്റ് 29 നമുക്കറിയാം ഇന്ത്യയുടെ സ്പോർട്സ് ഡേ ആണ്. ഓഗസ്റ്റ് 29 അത് ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ഓഗസ്റ്റ് 29 മേജർ ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ആണ്. അന്നാണ് ഇന്ത്യയിലെ നാഷണൽ സ്പോർട്സ് ഡേ. ഇന്ത്യക്ക് വേണ്ടി 3 ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിത്തന്ന ഹോക്കി ടീമിലെ പ്രധാന അംഗമായിരുന്നു മേജർ ധ്യാൻചന്ദ്. 1928, 1932 ആൻഡ് 1936. ദെൻ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഉണ്ട്. അത് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി കൂടിയാണ്. മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, മാസ്റ്റർ ബ്ലാസ്റ്റർ. മാസ്റ്റർ ബ്ലാസ്റ്ററിനെ അറിയാത്ത ആരുണ്ടാവില്ല? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അല്ലെ? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഹീസ് ഫ്രം മഹാരാഷ്ട്ര. ക്രിക്കറ്റിന്റെ ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. 2014 അദ്ദേഹത്തെ രാജ്യം ഭാരത് രത്ന നൽകി ആദരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്ന. സോ ഹീസ് ദ യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ഭാരത് രത്ന. ODIയിൽ 18,000 റൺസും ടെസ്റ്റ് ക്രിക്കറ്റിൽ 15,000 റൺസും അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചു. പല റെക്കോർഡ്സും അദ്ദേഹത്തിന് മുന്നിൽ വെറും ചരിത്രം മാത്രമായി മാറിയിട്ടുണ്ട്. 2012 മുതൽ 2018 വരെ രാജ്യസഭാ മെമ്പർ ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഗോൾഡൻ ബോയ്. ആരാണ് ഇന്ത്യയുടെ ഗോൾഡൻ ബോയ്? അത് മറ്റാരുമല്ല, നമ്മുടെ യൂത്ത് സ്പോർട്സ് ഐക്കൺ ആയിട്ടുള്ള നീരജ് ചോപ്രയാണ്. ഹീസ് ഫ്രം ഹരിയാന. ജാവ്ലിൻ ത്രോവർ ആണ് അദ്ദേഹം. പാരീസ് ഒളിമ്പിക്സിൽ, ഇപ്പൊ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം സിൽവർ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടി. ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. സോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മഹാനായ ജാവ്ലിൻ ത്രോവർ ആരാന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഓക്കെ, ക്യാപ്റ്റൻ കൂൾ. ആരാണ് ക്യാപ്റ്റൻ കൂൾ? മഹേന്ദ്ര സിംഗ് ധോണി അല്ലെ? MS ധോണി. ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര സിംഗ് ധോണി. ലഫ്റ്റനന്റ് കേണൽ പദവി ഇന്ത്യ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കൊടുത്ത പദവിയാണ്. ഹിസ് ഫ്രം റാഞ്ചി, ജാർഖണ്ഡ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ, ഫിനിഷർ ആൻഡ് വിക്കറ്റ് കീപ്പർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളത് മഹേന്ദ്ര സിംഗ് ധോണി ആണെന്ന് സംശയമില്ലാതെ പറയാം. 2007 മുതൽ 2017 വരെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി. 2007 ICC T20 വേൾഡ് കപ്പ്, 2011 ODI വേൾഡ് കപ്പ്, അതുപോലെ 2013 ICC ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഇന്ത്യയെ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ക്യാപ്റ്റൻ കൂൾ. ഫ്ലൈയിങ് സിഖ്. ആരാണ് ഫ്ലൈയിങ് സിഖ്? അത് മിൽഖ സിംഗ് ആണ്. ഓക്കെ, മിൽഖ സിംഗ് ആണ്. ഈസ് എൻ അത്ലറ്റ് ഫ്രം പഞ്ചാബ്. 400 മീറ്ററിൽ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും ഗോൾഡ് മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹി ഈസ് ദ ഓൺലി ഇന്ത്യൻ ടു ഡു സോ. ഹി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അത്ലറ്റ് ടു വിൻ എ മെഡൽ ഇൻ കോമൺവെൽത്ത് ഗെയിംസ്. ദെൻ ബാഗ് മിൽഖ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബയോപിക് ഉണ്ട്. അത് മിൽഖ സിംഗിന്റെ ബയോപിക് ആണ്. അടുത്തത് ആരാണ്? ബ്ലാക്ക് ബക്ക്. ബ്ലാക്ക് ബക്ക് ആരാണ്? കേരളത്തിന്റെ സ്വന്തം IM വിജയനാണ് ബ്ലാക്ക് ബക്ക് എന്നറിയപ്പെടുന്നത്. ഹി വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ടീം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു IM വിജയൻ. 1993, 97, 99 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്ലെയർ കൂടെയാണ് IM വിജയൻ. മിസ് മല്ലിക. മിസ് മല്ലിക എന്നറിയപ്പെടുന്നത് ആരാണ്? PV സിന്ധു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ സൂര്യോദയമായിട്ടുള്ള PV സിന്ധുവിനെയാണ് മിസ് മല്ലിക എന്ന് വിളിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ഫ്രം ആന്ധ്രാപ്രദേശ്. നമുക്കറിയാം 2 ഒളിമ്പിക് മെഡൽസ് ആണ് അവരുടെ പേരിലുള്ളത്. 2016 റിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡലും അതുപോലെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡലുമാണ് സിന്ധുവിന്റെ സമ്പാദ്യം. 2019 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അവര് വേൾഡ് ചാമ്പ്യൻ ആയി. ഷീ ഈസ് ദ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ഫ്രം ഇന്ത്യ. സോ മിസ് മല്ലിക ആരാണ്?
PV സിന്ധു. ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന മിതാലി രാജ് ആണ്. ഓക്കെ, മിതാലി രാജ്. ഷീ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വിമൻസ് ക്രിക്കറ്റർ ഓഫ് ഓൾ ടൈം. ഷീ ഈസ് ഫ്രം ജോധ്പൂർ ഇൻ രാജസ്ഥാൻ. ഷീ ഈസ് ദ ഹയസ്റ്റ് റൺ സ്കോറർ ഇൻ വിമൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ്. വിമൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഹയസ്റ്റ് റൺ സ്കോറർ ആരാണ്? അത് മിതാലി രാജ് ആണ്. ഷി വാസ് ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ. ദ വാൾ, മിസ്റ്റർ ഡിപ്പെൻഡബിൾ അല്ലെങ്കിൽ മിസ്റ്റർ റിലയബിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാഹുൽ ദ്രാവിഡ് അല്ലെ? രാഹുൽ ദ്രാവിഡ്. ഹീസ് എ ക്രിക്കറ്റ് പ്ലെയർ. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് സ്ട്രാറ്റജി കൊണ്ടാണ് അദ്ദേഹത്തിനെ ദ വാൾ എന്ന് വിളിക്കുന്നത്. ദെൻ ഹീസ് ഫ്രം മധ്യപ്രദേശ്. നമുക്കറിയാം 2024 ഇന്ത്യ ICC T20 വേൾഡ് കപ്പ് നേടി. അപ്പം ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആയിരുന്നു രാഹുൽ ദ്രാവിഡ്. ഓക്കെ, ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആരായിരുന്നു? ഇറ്റ് വാസ് രാഹുൽ ദ്രാവിഡ്. ഹിസ് നോൺ ആസ് മിസ്റ്റർ റിലയബിൾ ഓർ ദ വാൾ. ഹി വാസ് ഓൾസോ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഹരിയാന ഹുറിക്കെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കപിൽ ദേവ് ആണ്. ഓക്കെ, ഹി ഈസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ് ആൻഡ് ഹി ഈസ് ഫ്രം ചണ്ഡീഗഡ്. നമുക്കറിയാം 1983 ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിന് തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ഇയർ ആണ്. കാരണം ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ICC വേൾഡ് കപ്പ് നേടിയത് അത് കപിൽ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വെറും 24 വയസ്സ് മാത്രമേ ഉള്ളൂ. സോ ഹി ഈസ് ദ യങ്ങസ്റ്റ് ക്യാപ്റ്റൻ ടു ലീഡ് എ ടീം ടു ICC വേൾഡ് കപ്പ്. ഹിറ്റ്മാൻ ആരാണ്? ഹിറ്റ്മാൻ ഇറ്റ്സ് രോഹിത് ശർമ്മ. ഹീസ് ഫ്രം മഹാരാഷ്ട്ര. 2024 ഇന്ത്യ ICC T20 വേൾഡ് കപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു രോഹിത് ശർമ്മ. അദ്ദേഹം T20 ഇപ്പൊ റിട്ടയർഡ് ആയി. ODI അതുപോലെ ടെസ്റ്റില് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആണ് രോഹിത് ശർമ്മ. ഹീസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. 3 ODI ഡബിൾ സെഞ്ചുറീസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നൗ ഷൂട്ടർ ദാദി ആരാണ്? ചന്ദ്രോ തോമറിനെയാണ് നമ്മൾ ഷൂട്ടർ ദാദി എന്ന് വിളിക്കുക. 30-ലധികം നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് അവരുടെ പേരിലുള്ളത്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ഷൂട്ടറാണ് ഷൂട്ടർ ദാദി അല്ലെങ്കിൽ ചന്ദ്രോ തോമർ. അടുത്തതാണ് ചിലിന്ന് ആരാണ് വിളിക്കുന്നത്? രാജവർദ്ധൻ സിംഗ് റാത്തോഡ്. 2004 സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു ഷൂട്ടിങ്ങിലെ സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു രാജവർദ്ധൻ സിംഗ് റാത്തോഡ്. അത് മാത്രമല്ല, ഹി വാസ് പൊളിറ്റീഷ്യൻ. ഭാരതീയ ജനതാ പാർട്ടിയില് ഇന്ത്യയുടെ യൂത്ത് അഫയേഴ്സ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററും ആയിരുന്നു രാജവർദ്ധൻ സിംഗ് റാത്തോഡ്. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ ആണ്. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഫോമർ ക്യാപ്റ്റനും കൂടിയായിരുന്നു സുനിൽ ഗവാസ്കർ. ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ഹിമാദാസ് ആണ്. 400 മീറ്ററിൽ ഇന്ത്യയുടെ നാഷണൽ റെക്കോർഡ് ഹിമാദാസിന്റെ പേരിലാണുള്ളത്. അസാമിൽ നിന്നുള്ള സ്പ്രിന്റർ ആണ് ഹിമാദാസ്. ബംഗാൾ ടൈഗർ ഓർ ദാദ, സൗരവ് ഗാംഗുലിയാണ് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത്. മഹാരാജ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നും കൂടി ഗാംഗുലി അറിയപ്പെടും. വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണ് സൗരവ് ഗാംഗുലി. ടർബനേറ്റർ എന്നറിയപ്പെടുന്നത് ഹർഭജൻ സിംഗ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മികച്ച ഓഫ് സ്പിന്നർ ആയിരുന്നു ഹർഭജൻ സിംഗ്. അദ്ദേഹം രാജ്യസഭ MP കൂടെയാണ്. അടുത്തത് സൂപ്പർ മോം എന്നറിയപ്പെടുന്നത് മേരി കോം ആണ്. ഇന്ത്യയുടെ ദ ബെസ്റ്റ് ബോക്സർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഉത്തരം പറയും മേരി കോം ആണെന്ന്. അവര് വേൾഡ് നമ്പർ 1 ആയിരുന്നു. അതുപോലെ തന്നെ വേൾഡ് അമേച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 തവണ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരേ ഒരു ഫീമെയിൽ മേരി കോം ആണ്. 8 തവണ വേൾഡ് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയിട്ടുള്ള ഒരേ ഒരു പ്ലെയറും അല്ലെങ്കിൽ ഒരേ ഒരു ബോക്സറും മേരി കോം ആണ്. ഒളിമ്പിക്കില് ബ്രോൺസ് മെഡലും മേരി കോം അവരുടെ പേരിലായിട്ട് കുറിച്ചിട്ടുണ്ട്. സോ ഷീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. നൗ സുൽത്താൻ ഓഫ് മുൾത്താൻ എന്നറിയപ്പെടുന്നത് വീരേന്ദ്ര സെവാഗ് ആണ്. സുൽത്താൻ ഓഫ് മുൾത്താൻ എന്ന് മാത്രമല്ല, നജഫ്ഗറിന്റെ നവാബ് എന്നുകൂടി വീരേന്ദ്ര സെവാഗ് അറിയപ്പെടുന്നു. ഹി വാസ് ദി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഗബ്ബർ എന്നറിയപ്പെടുന്നത് ശിഖർ ധവാൻ ആണ്. ഗബ്ബർ എന്ന് മാത്രമല്ല, മിസ്റ്റർ ICC, ജാട്ട് G എന്നൊക്കെ നമ്മുടെ ശിഖർ ധവാൻ അറിയപ്പെടും. നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു ശിഖർ ധവാൻ. മിസ് കോട്ട് എന്നറിയപ്പെടുന്നത് സൈന നെഹ്വാൾ ആണ്.
സൈന നെഹ്വാൾ മുൻ വേൾഡ് നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു സൈന നെഹ്വാൾ. അതുപോലെ ഒളിമ്പിക്സിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡലും സൈന നേടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണെന്ന് മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് പോക്കറ്റ് ഡൈനാമോ. പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്നത് KD ജാദവ് ആണ്. KD ജാദവ് ഇന്ത്യയുടെ ഫ്രീ സ്റ്റൈൽ റെസ്ലർ ആയിരുന്നു. 1952 സമ്മർ ഒളിമ്പിക്സ് ഹെലൻസ്കിയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ അദ്ദേഹം നേടി. അപ്പം ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഇൻഡിവിജ്വൽ മെഡൽ നേടുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്രം KD ജാദവിന്റെ പേരിലാണുള്ളത്. ഓക്കെ. ലൈറ്റനിങ് കിഡ് എന്നറിയപ്പെടുന്നത് വിശ്വനാഥൻ ആനന്ദ് ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് വിശ്വനാഥൻ ആനന്ദ്. അതുപോലെ തന്നെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 5 തവണ അദ്ദേഹം ചാമ്പ്യൻ ആയിട്ടുണ്ട്. ചെസ് വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ 2 തവണയും അദ്ദേഹം ചാമ്പ്യൻ ആയിട്ടുണ്ട്. ആൻഡ് ഹീസ് ഫ്രം തമിഴ്നാടു. ദ ഐസ്മാൻ എന്നറിയപ്പെടുന്നത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര നമുക്കറിയാം ഹീസ് ദ ഫസ്റ്റ് ഒളിമ്പിക് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡലിസ്റ്റ് ഫോർ ഇന്ത്യ. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ആദരസൂചകമായി ലഫ്റ്റനന്റ് കേണൽ പദവിയും രാജ്യം നൽകിയിട്ടുണ്ട്. പയ്യോളി എക്സ്പ്രസ്, ഉടൻപറി ഓർ ഗോൾഡൻ ഗേൾ. പയ്യോളി എക്സ്പ്രസ്, ഉടൻപറി, ഗോൾഡൻ ഗേൾ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം PT ഉഷയാണ്. ഓക്കെ. ഇന്ത്യയുടെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ക്യൂൻ എന്നറിയപ്പെടുന്നതും PT ഉഷയാണ്. ഇപ്പം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് PT ഉഷ. 4 ഗോൾഡ് മെഡലും 7 സിൽവർ മെഡലുമാണ് ഏഷ്യൻ ഗെയിംസിൽ PT ഉഷ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ഫ്ലൈയിങ് ഫിഷ് എന്നറിയപ്പെടുന്നത് അമേരിക്കയുടെ വിഖ്യാത സ്വിമ്മർ ആയിട്ടുള്ള മൈക്കിൾ ഫെൽപ്സ് ആണ്. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ഒളിമ്പ്യൻ ഓഫ് ഓൾ ടൈം. 23 ഒളിമ്പിക് ഗോൾഡ് മെഡൽസ് ആണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ദെൻ സെർബിയൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ് ദ സെർബിനേറ്റർ എന്നറിയപ്പെടുന്നത്. 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ്. അതുപോലെ തന്നെ ദീർഘകാലം വേൾഡ് നമ്പർ 1 ആയിരുന്ന റെക്കോർഡും നൊവാക് ജോക്കോവിച്ചിന്റെ പേരിലാണ്. ദെൻ കിങ് ഓഫ് ക്ലേ കോർട്ട് എന്നറിയപ്പെടുന്നത് സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള റാഫേൽ നഡാലാണ്. അദ്ദേഹവും ഫോമർ വേൾഡ് നമ്പർ 1 ആയിരുന്നു. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ചിക്കു അല്ലെങ്കിൽ കിങ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? നമ്മുടെ വിരാട് കോഹ്ലിനെയാണ്. വിരാട് കോഹ്ലി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ക്രിക്കറ്റ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള നിക്നെയിം ആയിരുന്നു ചിക്കു എന്നുള്ളത്. ആൻഡ് വി നോ ഹി ഈസ് എ ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. അതുപോലെ ODIയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സെഞ്ചുറീസ് എന്ന റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിലാണ്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർ ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഓഫ് ഓൾ ടൈം. നൗ ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് ആരാണ്? ഇന്ത്യയുടെ ചരിത്ര നായകൻ സുനിൽ ഛേത്രിയാണ് ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹീസ് ദ 4th ഹയസ്റ്റ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ. അതുപോലെ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോററും കൂടെയാണ് സുനിൽ ഛേത്രി. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സോ താങ്ക് യു. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.